വൈകുന്നേരം എല്ലാവരും കൂടി സോണിച്ചേട്ടൻ്റെ വീട്ടിൽ കൂടി ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് അത് നേരെ പൂളിൽ പോയി അങ്ങട് ചാടി. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പായി. അപ്പോൾ നമ്മുടെ ജോൺസേട്ടനും ജോസൻ ചേട്ടനും സോണിച്ചേട്ടനും അഖിലും നമ്മുടെ കിരണും എല്ലാവരും വന്നു ഭക്ഷണം കഴിക്കാൻ പോകാന്ന് പറഞ്ഞു. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. അങ്ങനെ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ വണ്ടി എടുത്ത് അവിടെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ദമാം കോബർ ഹൈവേയിൽ കുവൈറ്റ് ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു. അൽമനയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്. അഷ്യാഖ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. പുതിയൊരു ഗ്രിൽ ഹൗസ് ആണ്. അൽമന ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലെഫ്റ്റ് ആണ് എടുക്കേണ്ടത് നമ്മൾ അവിടേക്ക് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റും കൂടി എടുക്കുക. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ ഞങ്ങൾ ഇതാ കടയിലേക്ക് കയറുകയാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ വിശപ്പ് കാരണം എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ കയറുക എന്ന ലക്ഷ്യവുമായി നീങ്ങുകയാണ്. ഇതാണ് ആ കട. അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും വേഗം ഹോട്ടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും വിശപ്പിന്റെ ഭയങ്കര വിളി വന്നുകൊണ്ടിരിക്കണ തന്നെ, ഒരു രക്ഷയില്ല. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ചും. വേഗം ഡോർ തുറന്ന് അകത്തേക്ക് കയറാണ്. ഇനി നമുക്ക് അകത്ത് വന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. Then that cheese item is special cheese. Yeah. Beef inside is 35. Yeah. It's spicy. Like this. Yeah, that one. This one? Yeah. Spicy beef. Yeah. Oh. Hello. Okay. Makabbala? Hummus, garlic, salad. Hummus. Garlic is spicy. Normal. No, normal പോലെ garlic, normal garlic. Mushroom. എല്ലാരും വേഗം ഓർഡർ കൊടുക്കട, വേഗം സാധനം കൊണ്ടാടെന്നുള്ള നോട്ടത്തിലാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. Okay. Hummus. Garlic. Okay. Normal. يبغى بيبسي سفن. Pepsi. كم؟ 6. 6 بيبسي. 5. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് പുതിനയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. എടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇവിടെ എന്നാ കഴിച്ചു നോക്ക്. എങ്ങനെയാണ് ആണോ? അയ്യേ നാളെ വിറ്റാ മതിയായിരുന്നു. ആ 3 ദിവസം പഴക്കുണ്ട്. ഞാൻ പന്നി കൊടുക്കാൻ കൊണ്ടുവന്നാ. പിന്നെ നിങ്ങൾക്ക് എന്നാ ഒരു പുണ്യാവല്ലോ. 3 ദിവസം പഴക്കമുള്ള ഫുഡാണ് ഞങ്ങൾക്ക് തന്നെ. എത്ര കൊല്ലായിരുത്താണല്ലോ തന്നെ. തലയിൽ മുടി മാത്രമാണല്ലോ, മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഡയറ്റിങ് ആയതുകൊണ്ട് ഇന്ന് കുറച്ചധികം കഴിച്ചു വെച്ചത്. എനിക്ക് ഈ ആഴ്ച ഇതിന്റെ തീറ്റഭാഗ്യം കുറവാണ്. നമ്മൾ കുറെ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ ഒരു വെട്ടിക്കെട്ട് നടത്താനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി അങ്ങനെ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ജോസൻ ചേട്ടൻ കയറി അങ്ങോട്ട് പിടിച്ചു കബാബുമ്മ. ആ സ്റ്റിക്കണി നല്ല ചൂടായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. അങ്ങനെ എല്ലാവരും ഫുഡ് വന്ന ഒരു ആക്രമണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് കഴിക്കണം എന്നുള്ളൊരു ഇതിൽ നമ്മളെല്ലാവരും പല സ്ഥലത്തുനിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ അത് കട്ട് ചെയ്യാനുള്ള ഒരു ധൃതിയിൽ അത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡെല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക.
വളരെ ജ്യൂസി ആൻഡ് ചീസിയാണ് ചിക്കൻ അല്ല ബീഫിന്റെ സ്പൈസി കബാബ്. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനം തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു അറബിക് ഹോട്ടലിൽ പോയിട്ട് സ്പൈസി പറഞ്ഞിട്ട് ഇങ്ങനെ പണി കിട്ടുന്നത്. നോർമലി ഇവരുടെ സ്പൈസി പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ഇവിടെ എരിവ് കളയാൻ വേണ്ടി നമ്മൾ നാരങ്ങയോ വല്ല പെപ്സിയോ കുടിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. എല്ലാത്തിനും നല്ല രീതിക്കല്ല, അത്യാവശ്യം അതിലും കൂടുതൽ നല്ല സ്പൈസി ആയിരുന്നു. പക്ഷെ ഈ ഐറ്റം മസ്റ്റ് ട്രൈ ഉണ്ട്. എല്ലാവരും അവിടെ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ പിന്നെ എല്ലാവർക്കും കൊടുക്കണതിൻ്റെ ഇടയ്ക്ക് അവിടെ തൊട്ടും പിടിച്ചൊന്ന് ടേസ്റ്റ് നോക്കി. ജോസൻ ചേട്ടൻ കൈ പൊള്ളിയാനും പിന്നെ എടുത്ത് കഴിക്കണ പരിപാടി നിർത്തി. നമ്മളതിന്റെ ജോസനോട് ചോദിച്ചു എന്താ പറ്റിയത്, എന്താ സംഭവം എന്ന്. കൈ പിടിച്ചോണ്ട് വന്നത്. അപ്പൊ ഞാൻ എല്ലാത്തിനും നല്ല എരിവുണ്ട്. അറിയണം എല്ലാവരോടും പറയാൻ പറ്റും. എരിവെന്ന് പറയുമ്പോൾ അല്ലേ? ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല, പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേ അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ പ്രതീക്ഷിച്ചില്ല. ഒരു കൊതിയനവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടേയിരിക്കും. മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. അതൊരു കൊള്ള മയോണൈസ്. തീർച്ചയായിട്ടും എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ. എരിവ് കൂടി പോയി. സ്പൈസി ആയി പറഞ്ഞുകൊണ്ട് എരിവ് കൂടി പോയി. എങ്ങനെയുണ്ടായിരുന്നു ജോസൻ ചേട്ടൻ ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫുഡ്. സോണി ചേട്ടൻ? എരിവുണ്ടായിരുന്നു. ഓക്കെ. അഖില് എങ്ങനെയുണ്ടായിരുന്നു? ജോണി ചേട്ടൻ? സൂപ്പർ. എരിവ് മാറ്റാനായിട്ട് നാരങ്ങ കഴിക്കുന്ന ജെറിച്ചേട്ടൻ. കളി കൈ പൊള്ളി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് നമ്മൾ അവര് ഗ്ലൗസ് ഇട്ടിട്ട് കൊണ്ടുവന്നപ്പം നമ്മൾ നോക്കുമ്പോൾ അവർ കയ്യിൽ പിടിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ചൂടുണ്ടാവില്ല എന്ന് കരുതി എടുത്തതാണ് സംഭവിച്ചത്. വാള് വെച്ചിരിക്കുന്നു. വാള് വെച്ച് കീഴടങ്ങി. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്പൈസി ആയിരുന്നു ഫുഡ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല സ്പൈസി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്പൈസി ആയിരുന്നു. ഇനിയും ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ജോൺസൺ ചേട്ടൻ ഇതാ യുദ്ധത്തിൽ തോൽവി സമ്മതിക്കാതെ സോണി ചേട്ടനെ വാക്കിലും ഒരു ഏറ്റുമുട്ടൽ കൂടി ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു യുദ്ധം കഴിഞ്ഞ് തിരികെ മടങ്ങുകയായി. വീണ്ടും ഒരു ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് ഹോട്ടലുകാരോട് ഞങ്ങൾ വളരെ സങ്കടത്തോടെ യാത്ര പറയുകയായി. ബൈ ദ ബൈ. ബ്രെഡിനൊക്കെ
പോവല്ലേ എന്തോടെ കാണിക്കുന്നത് ഓൺലി 2600 രൂപ. കുറച്ച് ഓവറായി. ശരിയാ, ഇനി 5 മിനിറ്റത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇതായി ഞങ്ങൾ ജോസൻ ചേട്ടന്റെ കൈ പൊള്ളിയത് കാണിക്കാനായി ഹോസ്പിറ്റലിലേക്ക്. ആകാശം മുട്ടി നിൽക്കുന്ന ഗോപുരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ യാത്ര തിരിക്കുകയായി തിരിച്ച്. ജോസൻ ചേട്ടൻ എന്ത് ചെയ്യണമെന്നറിയാതെ ബില്ല് നോക്കി അന്താളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഫുഡ് ആര് വാങ്ങിത്തരുമെന്ന കൺഫ്യൂഷനിലായിരുന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് സോണിച്ചേട്ടനെ. സോണിച്ചേട്ടൻ ബില്ലടച്ചതോടെ ഞങ്ങൾ ഹാപ്പിയായി തിരികെയുള്ള യാത്രയ്ക്കായി തയ്യാറാവുകയാണ്. നിറഞ്ഞെങ്കിലും അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളും കാണിക്കാതെ അഖിലിത പിൻ സീറ്റ് പിടിച്ചിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു തീർന്നെങ്കിലും അവിടുന്ന് പോരാൻ നേരത്ത് ഞങ്ങൾ വളരെയധികം ദുഃഖിതരായിരുന്നു. ഇനി തിരികെ എന്ന ചോദ്യത്തോടു കൂടിയാണ് അവർ ഞങ്ങളെ യാത്ര അയച്ചത്. ഞങ്ങൾ അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് എന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറി അങ്ങനെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഫുഡ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി സ്പൈസിനെസ് ഉണ്ടായിരുന്നു മാത്രം, ബാക്കി എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.